നമസ്കാരം. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രം. ദേശീയ നേതാക്കൾ കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായതോടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചൂട് പാരമ്യത്തിലെത്തി. കേരളത്തിലെ 20 മണ്ഡലങ്ങളുടെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് പവർ പോയിന്റ് പരിശോധിക്കുന്നത്. ഇന്ന് എനിക്കൊപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ RV രാജേഷ്, CPM നേതാവ് ശ്രീ D സുരേഷ് കുമാർ, BJP നേതാവ് ശ്രീമതി രാഗേന്ദു. 3 പേർക്കും സ്വാഗതം. ശ്രീ രാജേഷ്, ഇവിടെ ഇപ്പോൾ 20 മണ്ഡലങ്ങളിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്നു. ആദ്യഘട്ട പോളിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടാം ഘട്ട പോളിംഗിൽ കേരളം കടക്കുമ്പോൾ. എന്തായാലും ജനവിധി എന്താണെന്ന് അറിയാൻ നമ്മൾ കുറച്ച് ദിവസം കാത്തിരിക്കണമെങ്കിലും ജനം വിധി എഴുതാൻ തയ്യാറായി കഴിഞ്ഞു. 20 മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തവണ 19 സീറ്റ് UDF നേടിയിരുന്നു. ഇത്തവണ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രധാന മുദ്രാവാക്യം 2020 എന്നുള്ളതാണ്. എത്രത്തോളം അടുത്തു? ഞങ്ങൾ ആദ്യം മുതൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് 20 സീറ്റും UDF നേടും. അത് ഞങ്ങളൊരു അഹങ്കാരത്തിൻ്റെ ഭാഷയല്ല, അത് ജനങ്ങളിൽ നിൽക്കുന്ന ഫീഡ്ബാക്കാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരായുള്ള ഒരു വലിയ ജനവികാരം ഇവിടെ ഉണ്ട്. അതോടൊപ്പം സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ. ഇത് രണ്ടും തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് UDFന് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങൾ സജീവമായപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ വളരെയധികം UDFന് തുണയ്ക്കുന്നുണ്ട്. ജനങ്ങൾ പൊറുതിമുട്ടിയ അവസ്ഥയിലാണ്. ജനങ്ങൾക്ക് എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റമായാലും ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത കുറവായാലും ഇപ്പം സർക്കാരിൻ്റെ സിവിൽ സപ്ലൈസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. കേരളത്തിലെ ഓരോ ഇലക്ട്രിസിറ്റി ചാർജ് വർധനവ്, വെള്ളക്കര വർധനവ്, ഇങ്ങനെ വർധനവ് വരുത്താൻ വേണ്ടി മാത്രമാണ് ഒരു സർക്കാർ ഭരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് രംഗത്ത് UDFന് അനുകൂലമായിരിക്കും. പിന്നെ സ്ഥാനാർത്ഥികളുടെ മികവ്, കേരളത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥികൾ 20 സ്ഥാനാർത്ഥികളും വളരെ മികച്ച സ്ഥാനാർത്ഥികളാണ്. MPമാരായിരുന്നവർ വീണ്ടും മത്സരിക്കുന്നവർ, അവർ ഏറ്റവും മികച്ച പെർഫോമൻസാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്രത്തിൽ ഒരു BJP ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ ഗവൺമെൻറ്റാണ്, കോൺഗ്രസിനെതിരായൊരു ഗവൺമെൻറ്റാണ്, എങ്കിൽ കുറേ വിവേചനം ഗവൺമെൻറ്റുണ്ട്, എങ്കിൽ പോലും കേരളത്തിലേക്ക് അവരവരുടെ നിയോജകമണ്ഡലത്തിൽ MPമാരുടെ ഒരു ശ്രമഫലമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ധാരാളം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. MP ഫണ്ടുകൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. MPമാരുടെ പ്രവർത്തന ഫലമായി അല്ലാതെയുള്ള പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും മണ്ഡലങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ മികവ്, അതോടൊപ്പം തന്നെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ, ഇതെല്ലാം കൂടി ചേർത്ത് ഒരു വലിയ വേവ് ഈ സംസ്ഥാനത്ത് ദൃശ്യമാണ്. അത് നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഓരോ ഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരു ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ UDFിൻ്റെ വിജയം, 20 സീറ്റിലും വിജയം വളരെ ഉറപ്പാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയുന്നത്. ഓക്കെ, ശ്രീ സുരേഷ്, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ തവണ ആലപ്പുഴ സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ പ്രത്യേകിച്ച് LDFിൻ്റെ ഒരു കണക്കൂട്ടൽ ഏത് തരത്തിലാണ്? കേന്ദ്രത്തിനെതിരായും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരായ കുറേ വികാരങ്ങളൊക്കെ ഇപ്പോൾ ശ്രീ രാജേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെയുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ട് ഒന്നിൽ നിന്നും എത്ര സീറ്റ് കൂട്ടാൻ കഴിയുമ്പോൾ UDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അവർ 20 സീറ്റും നേടുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് CPMും LDFും ഇപ്പോഴത്തെ വിഷയങ്ങളെ ജനങ്ങളിലോട് എത്തുന്നത്? ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. 26-ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ പ്രതീക്ഷയാണ് കേരളത്തിൽ വെച്ച് പുലർത്തുന്നത്. ലോക്സഭയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും കേരളത്തിലൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ മതനിരപേക്ഷതയും അതുപോലെ തന്നെ ജനാധിപത്യവും അത് തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ അതിനെ തിരികെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭഗീരഥ പ്രയത്നമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലവിൽ എത്ര ആൾബലമുണ്ട് എന്നുള്ളതല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യയിൽ ഉയർത്തിയ മുദ്രാവാക്യം ഇടതുണ്ടെങ്കിലേ ഇന്ത്യക്ക് നിലനിൽപ്പുള്ളൂ എന്ന നിലയിലേക്ക് ആ മുദ്രാവാക്യം പ്രസക്തമാവുകയാണ്. ഇവിടെ ഇപ്പോൾ തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തിരിച്ചടിയേറ്റു എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതയ്ക്ക് ആധാരമായ സംഭവങ്ങളെ സംബന്ധിച്ചൊരു പരിശോധന കൂടെ നാം നടത്തേണ്ടതായിട്ടുണ്ട്. ഈ കേരളത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ പോകുന്നു എന്ന നിലയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രചാരവേലയുണ്ട്. ആ പ്രചാരവേലയിൽ ചില ആളുകളെങ്കിലും അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് വോട്ടിടുകയും അങ്ങനൊരു റിസൾട്ടാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. എന്നാൽ അതിന് തീർത്തും ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു റിസൾട്ട് ഈ തവണ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ രാജേഷ് സൂചിപ്പിച്ച ചില കാര്യങ്ങൾക്കകത്ത് ബോധപൂർവം അദ്ദേഹം മറച്ചു പിടിച്ച ചില കാര്യങ്ങളുണ്ട്. കേരളത്തിൻ്റെ ഭരണത്തെയും കുറ്റപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നു വരുന്ന
മതനിരപേക്ഷതയ്ക്കെതിരായിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും ശരി, ജനാധിപത്യ വിരുദ്ധ കാര്യങ്ങളായിരുന്നാലും ശരി, പട്ടിണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നാലും ശരി, തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നാലും ശരി, പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളുകളാണ് BJPയുടെ ഗവൺമെൻറ്. തൊഴിലവസരങ്ങളൊന്നും പുതുതായി കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഉള്ള തൊഴിലവസരങ്ങൾ കൂടെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് റെയിൽവേയിൽ 50 ലക്ഷം തൊഴിലവസരങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. പുതുതായി ഒരാൾക്ക് റെയിൽവേയിൽ ജോലി കൊടുക്കുന്നില്ല. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ റെയിൽവേയിൽ ഒരാൾക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ ആ കുടുംബം മുഴുവനും രക്ഷപ്പെട്ടു എന്ന് വിലയിരുത്തുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ആ രൂപത്തിലാണ് ഉള്ള തൊഴിൽ സാധ്യതകളെ മൊത്തം ഇല്ലാതാക്കുകയാണ്. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് വിറ്റു തുലയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം LDF ഉയർത്തി കാട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും LDF ആണ് ഇതിനെതിരായി ശക്തമായിട്ടുള്ള സമര പോരാട്ടം സംഘടിപ്പിക്കുന്നത്, ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ മുദ്രാവാക്യം ഇതിനെതിരായി ജനം വിധി എഴുതണം എന്നുള്ളതാണ്. രാഗേന്ദ്ര, ഇവിടെ ഇപ്പോൾ ഈ രണ്ടക്കത്തിലേക്ക് കടക്കുമെന്നാണ് ഇത്തവണ BJPയുടെ ഒരു പ്രതീക്ഷ. പക്ഷേ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന ആ 2-0 ആയിരിക്കും എന്നൊക്കെയാണ് വിമർശനമായി വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ BJPയുടെ കണക്കൂട്ടലൊക്കെ ഏത് തരത്തിലാണ് പോകുന്നത്? നിരവധി കേന്ദ്രത്തിനെതിരായും അതുപോലെ തന്നെ ഇപ്പോൾ മോദി തരംഗം പഴയതുപോലെ ഇല്ല എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാക്കൾ, ഇന്ത്യ തലത്തിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അല്ല, ഞങ്ങൾക്ക് തീർച്ചയായിട്ടും തികച്ചും ആത്മവിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ ഈ പറയുന്ന സർവേകൾ ഉൾപ്പെടെ പറയുന്ന രീതിയിൽ ഞങ്ങൾക്കിപ്പോൾ നിലവിൽ 2 സീറ്റുകൾ പറയുന്നെങ്കിൽ പോലും ഇപ്പോൾ നിലവിലെ നമ്മൾ അടുത്ത 26-ാം തീയതി നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ പല പാർലമെൻറ്റ് മണ്ഡലങ്ങളും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വളരെ മുന്നേറ്റം നടത്തുന്ന ഒരു കാഴ്ച. അതായത് ആലപ്പുഴ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഒരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്, വിജയ സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾക്ക് എന്തായാലും കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ രീതിയിൽ അവർ പറഞ്ഞു ഞങ്ങൾ 20 സീറ്റും നേടിക്കൊണ്ട് ഞങ്ങൾ വിജയിക്കുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിൽ എന്താണ് നടന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം വയനാട്ടിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ജനങ്ങളിൽ അങ്ങനെ ഒരു വിശ്വാസം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 19 സീറ്റ് അവർക്ക് നേടാൻ സാധിച്ചത്. പകരം LDFന് 1 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഈ 19 സിറ്റിംഗ് MP-മാർ ഇവർ പറയുന്നുണ്ടല്ലോ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് പറയുമ്പോൾ ഇവരുടെ കനകോല റിപ്പോർട്ടുകൾ അനുസരിച്ച് തന്നെ പല MP-മാരുടെയും പ്രവർത്തനം മോശമാണ്. പക്ഷേ ഇവർക്ക് ഇപ്പോൾ നിലവിലെ സ്ഥിതി അനുസരിച്ചിട്ട് കേരളത്തിലെ ഈ 19 സീറ്റും ഇവർക്ക് നേടിയേ പറ്റൂ. കാരണം ഇന്ത്യയിലൊട്ടാകെ 40 സീറ്റ് കടക്കാൻ സാധിക്കുമോ എന്ന് ഇവിടെ മുന്നണിയിലുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജി തന്നെ ചോദിക്കുമ്പോൾ 40 സീറ്റ് കടക്കണമെങ്കിൽ കേരളത്തിൽ 20 സീറ്റ് നേടിയേ പറ്റുള്ളൂ. പക്ഷേ ഒരു രീതിയിലും ആത്മവിശ്വാസം കോൺഗ്രസിന് വേണ്ട. കാരണം ഈ 19 സീറ്റിൽ സിറ്റിംഗ് MP-മാരിൽ പോലും പലവരുടെയും പ്രവർത്തനം വളരെ മോശമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ 19 സിറ്റിംഗ് MP-മാരിൽ പുതിയൊരാളെ അവർ പരീക്ഷിക്കുന്നില്ല. കാരണം നിലവിലുള്ള ആൾക്കാരിൽ നിന്നും അവർക്ക് മാറ്റി ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം എങ്ങനെയെങ്കിലും മികച്ച പ്രവർത്തനം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചില്ലെന്ന് അവരുടെ സംഘടനാ റിപ്പോർട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് അതിൽ ആ റിപ്പോർട്ടുകളും പല മണ്ഡലങ്ങളിലും ആ രീതിയിലുള്ള ജനങ്ങളുടെ പ്രതിഷേധവും ഉണ്ട്. പക്ഷേ ഇവർക്ക് ഈ 19 സീറ്റിൽ പുതിയൊരാളെ മത്സരിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിൽ കോൺഗ്രസ് എങ്ങനെയെങ്കിലും ഒരു 40 സീറ്റോ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു 19 സീറ്റ് നേടണമെന്നുള്ള ആത്മവിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോകുന്നു. അതൊന്നും നടക്കാൻ സാധ്യതയില്ല. പിന്നെ ഇവിടുത്തെ CPM-ന്റെ പ്രതിനിധികൾ ഇവിടെ പറയുന്ന രീതിയിൽ ഇവിടെ മറ്റൊരു പ്രതീക്ഷയും വേണ്ട. കാരണം കേരളത്തിൽ കഴിഞ്ഞ 2016 മുതൽ ഈ കഴിഞ്ഞ 2ാം ഘട്ടത്തിൽ വന്ന ഈ ഗവൺമെൻറ്റിൻ്റെ തികച്ചും പരാജയം ഇന്ന് ജനങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയാം. നമ്മൾ പല തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും തന്നെ ജനങ്ങൾ പ്രതികരിക്കുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ അവരോട് പ്രതികരിക്കുന്ന രീതിയൊന്നും നമ്മൾ കൂടുതലായും കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് പല സ്ഥാനാർത്ഥികളുടെയും മുന്നിൽ അമ്മമാരും സഹോദരിമാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം ഞങ്ങളുടെ പെൻഷൻ എവിടെ? നിങ്ങൾ ഈ ആഡംബര വാഹനത്തിൽ സഞ്ചരിക്കുന്ന തുകയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുമായിരുന്നു എന്ന് നമ്മൾ മാധ്യമങ്ങളോട്, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാവരും കാണുന്നതാണ്. എല്ലാവരുടെയും കൈകളിലേക്ക് ഈ വാർദ്ധക്യത്തിലിരിക്കുന്ന അമ്മമാരുടെ കയ്യിൽ വരെ സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രതികരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് ഈ CPM-ന്റെ ഈ കഴിഞ്ഞ 2016 വരെ മുതലുള്ള തികച്ചും ഭരണവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ അവർക്ക് തിരിച്ചടിയാകും എന്നുള്ളത് ഉറപ്പുണ്ട്. പിന്നെ ഈ 2 പാർട്ടികളും പറയുന്ന രീതിയിൽ അവരുടെ ഇപ്പോൾ നമുക്കറിയാലോ ഇന്ത്യ മുന്നണിയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ 2 പേർക്കും ഒരു വ്യക്തിയായിരിക്കും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പ്രതികരണമൊക്കെ വന്നത് കണ്ടു. എങ്ങനെയാണ് പിണറായി വിജയൻ തിരിച്ച് പ്രതികരിച്ചതെന്ന് നമ്മളെല്ലാം കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ ഒരു കുഴഞ്ഞു മറിഞ്ഞ രീതിയിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ
കേന്ദ്രത്തിന് 400-ൽ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് NDA സർക്കാർ ഉറപ്പായും തിരിച്ചു വരുമെന്ന് രാഹുൽ ഓക്കേ, ഗാന്ധിക്ക് തന്നെ ഉറപ്പുണ്ട്. വ്യക്തമാണ്. ഞാൻ ശ്രീ ആർ വി രാജേഷ്, ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ പ്രചരണ രീതി മനസ്സിലാക്കുമ്പോൾ ഏറ്റവും വളരെ രസകരമായ ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ CPM-ന്റെ പ്രചരണ രീതി നോക്കുമ്പോൾ മുഴുവൻ അറ്റാക്ക് കോൺഗ്രസിലേക്കാണ്. തിരിച്ച് NDA മുന്നണിയെക്കുറിച്ചോ അല്ലെങ്കിൽ നിലവിലെ പ്രധാനമന്ത്രിയെക്കുറിച്ചോ ഒന്നും വിമർശനങ്ങൾ അതിയായി വരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്ന വാക്കുകളെല്ലാം ആ തരത്തിലാണ്. ഇപ്പോൾ വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് ഒന്ന് ശ്രദ്ധ ചോദിച്ചതാണ്. അല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ നമ്മളൊക്കെ പറയുന്നുണ്ട്, നേതാക്കന്മാരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനെടുക്കുന്നതിൻ്റെ ഒരു 10-ലൊന്ന് അംശം അല്ലെങ്കിൽ 10-ലൊന്ന് സമയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കുന്ന ജനവിരുദ്ധ ഗവൺമെൻറ്റിനെതിരായി പ്രതികരിക്കാൻ അദ്ദേഹം മെനക്കെടുത്തില്ല. കാരണം അദ്ദേഹത്തിന് വേട്ടയാടുന്നത് ഭയമാണ്. അത് കേന്ദ്ര ഏജൻസികൾ അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കുന്നുണ്ടോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ ആ ഒരു ധാരണകൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് CPM പോലുള്ള ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം BJPക്ക് സറണ്ടർ ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ച കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അത്തരം ധാരണകളുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. പല നിയോജക മണ്ഡലങ്ങളിലും കേരളത്തിൽ BJP CPM-ന്റെ ഒരു ബാന്ധവം നമ്മൾ പല പ്രദേശങ്ങളിൽ, അതാണ് ഈ രണ്ടാമതൊരു ഭരണ തുടർച്ച തന്നെ പിണറായി വിജയൻ ഗവൺമെൻറ് സമ്മാനിച്ചത്. RSSൻ്റെ വോട്ടുകൾ കൊണ്ടാണ് അധികാരത്തിൽ വന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ആളുകൾക്ക് അത് മനസ്സിലാകും. പക്ഷേ ഇത്രയധികം സറണ്ടർ ചെയ്തൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന നമ്മൾ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ആദ്യഘട്ടം നമ്മളൊന്ന് പരിശോധിച്ചു. ആദ്യഘട്ടത്തിൽ ഈ BJPയുടെ നേതാക്കന്മാർ പോലും പറയുന്നില്ല BJPയുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണ്. സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇടതുമുന്നണിയുടെ കൺവീനർ EP ജയരാജൻ പറഞ്ഞത് ഈ BJPയുടെ മികച്ച സ്ഥാനാർത്ഥികളാണ്, ഞങ്ങൾ പലയിടത്തും BJPയുമായിട്ടാണ് നേരിട്ടുള്ള മത്സരം. അത് CPM-ന്റെ പ്രഖ്യാപിത നയമാണോ? അവിടെ നമ്മൾ കാണുന്നത് ഇപ്പോൾ EP ജയരാജൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമല്ല. ഇപ്പോൾ EP ജയരാജൻ്റെ കച്ചവട ബന്ധം നമുക്കറിയാം. മൊറാഴക്കുന്നിൽ അദ്ദേഹം ഉണ്ടാക്കിയ റിസോർട്ടും തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ നിരാമയും തമ്മിലുള്ള കച്ചവട ബന്ധം മാത്രമല്ല, അതപ്പുറമായി BJP CPM ബന്ധം കച്ചവട ബന്ധത്തിനപ്പുറമായി ഒരു രാഷ്ട്രീയ ബന്ധമായി വളരുകയും അത് കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം CPM-ന്റെ നേതാക്കന്മാരടക്കം BJPയുമായുള്ള ഈ ധാരണകൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ വളരെ പ്രകടമായി കാണും. ഇവിടെ ശ്രീ സുരേഷ് സൂചിപ്പിച്ച ഒരു കാര്യം, ഞാൻ CPM-ന്റെ വിമർശിക്കുന്ന അതേപോലെ കേന്ദ്ര ഗവൺമെൻറ് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ വോട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ മോഡി ഗവൺമെൻറ്റിനെ ഈ തെരഞ്ഞെടുപ്പിൽ ആ ഗവൺമെൻറ് അന്ത്യം കുറിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ഓരോ സംസ്ഥാനവും ഒന്ന് പരിശോധിച്ചു. ഇപ്പം 400 സീറ്റിൻ്റെ കാര്യമൊക്കെയാണ് നരേന്ദ്രമോദി പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ BJPയുടെ പ്രതിനിധി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊക്കെ വെറും സ്വപ്നമായി തന്നെ അവശേഷിക്കും. ആ 400 പോയിട്ട് BJPയുടെ സീറ്റുകൾ ഇപ്പോൾ ആകെ 30 സീറ്റിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. 30 സീറ്റ് കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് 30 വോട്ടിൻ്റെ ആ 30 സീറ്റ് നമുക്ക് തമിഴ്നാട്ടിൽ മാറ്റമുണ്ടായിരിക്കുന്നു. തമിഴ്നാട്ടിലും കർണാടകയിലും തെലങ്കാനയിലും, കഴിഞ്ഞ തവണ തെലങ്കാനയിൽ കോൺഗ്രസിന് സീറ്റില്ല. ഇപ്പോൾ തെലങ്കാനയിലും അതോടൊപ്പം തന്നെ കർണാടകയിൽ കോൺഗ്രസിന് എത്ര സീറ്റാണുള്ളത്? ഇപ്പോൾ കർണാടകയും തെലങ്കാനയും ഒക്കെ കോൺഗ്രസ് തൂത്തുവാരും. ഇപ്പോൾ UPയിലടക്കം മാറ്റങ്ങൾ നമ്മൾ കാണുകയാണ്, മധ്യപ്രദേശിൽ കാണുകയാണ്, രാജസ്ഥാനിൽ കാണുകയാണ്. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഒരു വലിയ മുന്നേറ്റം, അത് കോൺഗ്രസിന് അനുകൂലമായി, ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. അതിൽ ഈ ഗവൺമെൻറ് തകർന്നു വീഴും. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മോഡി സർക്കാർ നോട്ട് ചെയ്യുന്നത്? നമ്മൾ പ്രധാനമായും ചോദിക്കണം. ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ അഴിച്ചുവിട്ട വർഷങ്ങളാണ്. ഇപ്പോഴും മണിപ്പൂരിൽ കലാപത്തി അണഞ്ഞിട്ടില്ല. മണിപ്പൂരിൽ ഇന്നലെ പോലീസിന് മുന്നിൽ തോക്കേന്തി നിൽക്കുന്ന ഈ കലാപകാരികൾ പോളിംഗ് ബൂത്തുകൾ പോലെ ആളുകൾ വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നത് ഇന്ന് മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുകയാണ്. അതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ. അവിടെ ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ കടന്നാക്രമണം ഉണ്ടായിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സബ്കെ സാത്ത് സബ്കെ വികാസ് എന്നാണല്ലോ പ്രധാനമന്ത്രി പറയുന്നത്. ആ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടോ? ഈ പറയുന്നത് ഈ ആരോടൊപ്പമാണ് ഈ സർക്കാർ? ഈ സർക്കാർ ഒരുപക്ഷെ ഇവിടെയുള്ള അദാനിയോടൊപ്പമായിരിക്കും, അല്ലെങ്കിൽ അംബാനിയോടൊപ്പമാണ്, ഈ രാജ്യത്തെ കുത്തകകളോടൊപ്പമാണ്. ആ സർക്കാർ ഇന്ന് കർഷകരോടൊപ്പമാണോ? കർഷകർ ഡൽഹിയിൽ സമരം ചെയ്യുകയാണ്, അവൻ്റെ പുറം അടിച്ചു പൊളിക്കുകയാണ്, അവന് നേരെ വെടിയുണ്ടകൾ പായിക്കുകയാണ്. അതാണ് ഈ സർക്കാരിൻ്റെ നയമെന്ന് പറയുന്നത്. സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം രാജ്യം സൃഷ്ടിക്കുന്നു. പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാത്ത ഒരു ഗവൺമെൻറ്റാണ്. പിന്നെയും പറയുകയാണ് ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങൾ മണ്ടന്മാരാണോ? കഴിഞ്ഞ കാലഘട്ടത്തിൽ പറഞ്ഞ ഗ്യാരണ്ടി നടപ്പാക്കിയിട്ടുണ്ടോ? തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ ഗ്യാരണ്ടി നടപ്പാക്കിയിട്ടുണ്ടോ? 2 കോടി തൊഴിലവസരം കൊടുക്കുമെന്ന് പറഞ്ഞ് നടപ്പാക്കിയിട്ടുണ്ടോ? പെട്രോളിന് 50 രൂപയാക്കുമെന്ന് പറഞ്ഞ് നടപ്പാക്കിയിട്ടുണ്ടോ? അപ്പോൾ എല്ലാത്തിനും വില കൂട്ടുകയല്ലാതെ ഇപ്പം സൈന്യത്തിൽ പോലും, സൈനിക ശേഷിയെ പോലും ചോർത്തിക്കളയുന്ന രീതിയിൽ
ആ സൈന്യത്തിൻ്റെ അഭിമാനമായിരുന്ന അവരുടെ ഇത് തന്നെ വീർ എന്ന് പറയുന്ന പദ്ധതി നടപ്പായിക്കൊണ്ട് സൈന്യത്തിൽ സ്ഥിര നിയമനമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. 2-3 വർഷം കഴിയുമ്പോൾ ഈ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ആനുകൂല്യമില്ലാതെ പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, രാജ്യത്തെ തൊഴിൽ കിട്ടുന്ന മേഖലകളിൽ അവിടെ തൊഴിൽ കിട്ടുന്ന ചെറുപ്പക്കാർക്ക് അവൻ്റെ അവസരങ്ങൾ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് 40 വർഷത്തെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മയെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ പുതിയ വാഗ്ദാനങ്ങളുമായി രംഗത്ത് വരുന്നത്. ഈ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാനുള്ള അല്ല എന്ന് ഇന്ത്യയിലെ ജനത തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ശരി, ഓക്കെ. ശ്രീ സുരേഷ്, ഇവിടെ ഇപ്പോൾ താങ്കൾ മതനിരപേക്ഷതയെ പറ്റി പറഞ്ഞു, അതൊക്കെ ചർച്ച ചെയ്യപ്പെടണമെന്ന് പറഞ്ഞു. അത് എത്രത്തോളം കേരളത്തിൽ LDF പ്രചരണ ക്യാമ്പയിനിൽ ഉണ്ടാകുന്നു എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ UDF പ്രധാന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി BJPയുടെ ഒരു മൗത്ത് പീസായി മാറുന്നു. അദ്ദേഹം പറയുന്നത് മുഴുവൻ കോൺഗ്രസിനെതിരെ മാത്രമാണ്, BJPക്കെതിരെ ഒരു മോദി എന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കഴിയുന്നില്ല എന്ന അതിശക്തമായ വിമർശനമാണ് വരുന്നത്. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ മതനിരപേക്ഷതയും മറ്റുമൊക്കെ എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും? ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇന്ത്യ മുന്നണി എന്ന നിലയിലാണ് ഒരു മത്സരം ഈ വർഗീയതയ്ക്കെതിരായി, സംഘപരിവാരത്തിനെതിരായി സംഘടിപ്പിക്കപ്പെടുന്നത്. ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നാണ് തീർത്തും അപക്വമായിട്ടുള്ള, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള വിമർശനം. എന്തുകൊണ്ട് കേരളത്തിൻ്റെ സമാദരണീയനായ മുഖ്യമന്ത്രിയെ ED അല്ലെങ്കിൽ കേന്ദ്ര നിയോഗിച്ചിട്ടുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് ഒരു പൊതുയോഗത്തിലൂടെ അദ്ദേഹം ഉയർത്തിയ വിമർശനം. നാം മനസ്സിലാക്കേണ്ടത് ഈ ഇന്ത്യ മുന്നണി അതാത് പ്രദേശങ്ങളിലെ പ്രാദേശിക കക്ഷികളുടെ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടുള്ള ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമായിരിക്കാം. കോൺഗ്രസ്സിന് വേരോട്ടമുള്ള ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ ആ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് യാതൊരു വിധത്തിലുള്ള ഇടപെടലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ DMK മുൻകൈയെടുത്ത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി നിലനിൽക്കുന്നത്. ബീഹാറിൽ RJDയുടെ ഇടപെടലാണ് ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരുന്നത്. UPയിൽ സമാജ്വാദി പാർട്ടിയാണ് അതിനകത്തൊരു ശക്തമായ ഇടപെടൽ നടത്തുന്നത്. ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലും ആം ആദ്മി പാർട്ടിയാണ് അതിനകത്തൊരു ശക്തമായ ഇടപെടൽ നടത്തി മറ്റു കക്ഷികളെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ RSS BJPക്കെതിരായിട്ടുള്ള ശരിയായ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേരോട്ടമുള്ള സംസ്ഥാനങ്ങളിൽ അവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ നേതാക്കന്മാരെ തന്നെ നിർത്താൻ കഴിയാത്ത നിലയിലേക്ക് വളരെ ശുഷ്കമായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോഴാണ് ഇവിടെ വന്നിട്ട് ആ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ ഒരു പരസ്പര മത്സരം നടക്കുന്നൊരു സ്ഥലത്ത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന നിലയിൽ അതിന് ദേശീയ തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന ദേശീയ നേതാവ് എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായ പ്രതികരണം ഉണ്ടാകും. ആ പ്രതികരണം വസ്തുതാപരമാണ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്ന് പറയുന്നത് വസ്തുതാപരമാണ്. അല്ല, അതിന് മുഖ്യമന്ത്രി BJPക്കെതിരെ എന്തെങ്കിലും വിമർശനം നടത്തിയാൽ ഇങ്ങനെ ഒരു ചോദ്യം വരുമോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതാണ് ഞാൻ അല്ലെങ്കിൽ ഇവിടെ BJP വിമർശിക്കണമെന്നല്ല, ഇവിടെ മുഖ്യമന്ത്രി ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും 3 പൊതുയോഗങ്ങൾ വീതം നടത്തി കൃത്യമായി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJPയുടെ ദേശീയ നേതാക്കന്മാർക്ക് അക്കമിട്ട് നിരത്തി അവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞു പോകുന്നതാണ്. ഇത് UDF നേതാക്കന്മാർക്ക് കാണാൻ കഴിയാത്തത് എൻ്റെ കുഴപ്പമല്ല. അത് UDF നേതാക്കന്മാർ കാണുകയോ അതിനെ വിലയിരുത്തുകയോ ആ വരുന്ന പ്രസംഗങ്ങൾക്കകത്ത് എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് മനസ്സിലാക്കുകയോ ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഇവിടെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചൊരു കാര്യം EP ജയരാജനെ സംബന്ധിച്ചാണ്. സഖാവ് EP എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നും പിന്നീട് EP എന്താണ് അതിനെ സംബന്ധിച്ച് തിരുത്തി പറഞ്ഞിട്ടുള്ളതെന്നും ഈ നാട് വ്യക്തമായി കേട്ടതാണ്. പക്ഷേ അതിനു മുൻപേ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ ഡോക്ടർ ശശി തരൂർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തിരുത്താൻ പോലും തയ്യാറായിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി ആരാണെന്നതാണ് അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം. ആ ചോദ്യത്തിന് അദ്ദേഹം സോണിയാഗാന്ധിയുടെ പേരല്ല പറഞ്ഞത്, രാഹുൽ ഗാന്ധിയുടെ പേരല്ല പറഞ്ഞത്, മല്ലികാർജ്ജുന ഖാർഗെയുടെ പേരല്ല പറഞ്ഞത്. CWC മെമ്പറാണ്, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും മികച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നാണ്. അത് അദ്ദേഹം തിരുത്താൻ പോലും തയ്യാറായിട്ടില്ല. ഈ നിമിഷം വരെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പോലും തിരുത്താൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു നേതാവിനെ തിരുത്തിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് സ്വയം മതപ്പതിച്ച പാർട്ടിയുടെ പ്രതിനിധിയായി ശ്രീ RV പ്രിയങ്കരനായ സഖാവ് EPയെ സംബന്ധിച്ച് ഉന്നയിക്കുന്ന ആരോപണം അതിപ്പോൾ ടങ് സ്ലിപ്പായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പറയുമ്പോഴോ അത് തിരുത്തുന്നതോടുകൂടി ഒരാളിൽ നിന്നും ഉണ്ടാകേണ്ടുന്ന അഭിപ്രായത്തെ സംബന്ധിച്ചുള്ള വ്യക്തത അവിടെ വരികയാണ്.
അത് വന്നു കഴിഞ്ഞതാണ്. എന്നിട്ടും അതിനെ തന്നെ ആവർത്തിക്കുന്നത് സ്വന്തം വീഴ്ച മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ശരിയായ പ്രശ്നം, നാം ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നം, ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നത്. 2024 നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇനി ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് നമുക്കിതുപോലെ ചർച്ച ചെയ്യാൻ കഴിയുമോ, നമുക്കിതുപോലെ കൂടിയിരിക്കാൻ കഴിയുമോ എന്ന നിലയിലുള്ള ആശങ്ക വല്ലാതെ ജനങ്ങൾക്കിടയിൽ പടരുകയാണ്. ഇപ്പോൾ ഇവിടെ ഭരണഘടനയ്ക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് BJP പ്രതിനിധി പറഞ്ഞു. എനിക്ക് BJP പ്രതിനിധി ഒരു വാക്കിന് മറുപടി തരണം. ആനന്ദ് കുമാർ ഹെഗ്ഡെ കർണാടകയിൽ നിന്നുള്ള BJPയുടെ ലോക്സഭാ അംഗമാണ്, നിലവിൽ ലോക്സഭാ അംഗമാണ്. രാജസ്ഥാനിൽ നിന്നുള്ള BJP നേതാവ് ജ്യോതി മൃദ, 2023 ജ്യോതി മൃദ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുന്നത്. ജ്യോതി മൃദ ഇപ്പോൾ നൗഹാർ മണ്ഡലത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് നിലവിൽ ഈ തെരഞ്ഞെടുപ്പിൽ. ഈ രണ്ടാളുകളും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനിടയിൽ തന്നെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ, BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ഭരണഘടനയെ പൊളിച്ചെഴുതും, ഈ ഭരണഘടനയെ ഞങ്ങൾ മാറ്റും. ഈ ഭരണഘടന മാറ്റി അതിൻ്റെ സ്ഥാനത്ത് സ്ഥാപിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി വ്യക്തതയുണ്ട്. ഇവിടെ BJPയുടെ നേതാക്കന്മാർ ഈ കഴിഞ്ഞ ഏപ്രിൽ 14 ഡോക്ടർ BR അംബേദ്കറുടെ 133ാമത് ജന്മവാർഷിക ദിനമായിരുന്നു. ആ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ സാന്നിധ്യത്തിലടക്കം BJP നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള ശ്രീ V. മുരളീധരൻ പ്രഖ്യാപിച്ചു, നരേന്ദ്രമോദി തുടരുന്നത് ഡോക്ടർ BR അംബേദ്കറുടെ ആശയങ്ങളാണ്, അതുകൊണ്ട് തന്നെ ആ ഭരണഘടനയിൽ ഞങ്ങൾ യാതൊരുവിധ പോറലും ഏൽപ്പിക്കുന്നില്ല. ഇതിൽ ഏത് വാദഗതിയോടാണ് ഇവിടെ നിൽക്കുന്ന BJPയുടെ പ്രതിനിധി അനുകൂലിക്കുന്നത്? വളരെ കൃത്യമായൊരു മറുപടി അതിനകത്ത് വേണം. ജ്യോതി മൃദയുടേതാണോ, അനന്തകുമാർ ഹെഗ്ഡെയുടെ വാദഗതിയോടൊപ്പമാണോ, അതോ ശ്രീ V. മുരളീധരൻ്റെ വാദഗതിക്കൊപ്പമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും അങ്ങേയറ്റത്തെ ചാതുർവർണ്ണ വ്യവസ്ഥിതി ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ട് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഇരുണ്ട യുഗത്തിലേക്ക് ഈ നാടിനെ നയിക്കുന്നതിന് വേണ്ടി RSSും സംഘപരിവാരം നടത്തുന്ന ശ്രമങ്ങളെയാണ് ആദ്യം ചെറുത്തു തോൽപ്പിക്കപ്പെടേണ്ടത്. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കുള്ള ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഈ ഗ്യാരണ്ടിയെ പറ്റി പറയുന്നു. അപ്പോൾ പ്രധാനമായും ചോദിക്കുന്നത് ഈ കഴിഞ്ഞ 5 വർഷം നടപ്പാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രകടന പത്രികയിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇല്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വന്നു, അതെന്തൊക്കെ നടപ്പാക്കുമെന്ന് പറഞ്ഞു, അത് 2 സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ കാര്യവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് വിശ്വാസത്തിലെടുത്ത് ജനങ്ങൾ വീണ്ടും വോട്ട് ചെയ്യണമെന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതിന് മുന്നോടിയായി 2 പ്രതിനിധികളും പറഞ്ഞതിന് എനിക്കൊരു മറുപടിയുണ്ട്. അതായത് ഇപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടി, അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പറയുന്നുണ്ട്, ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായി ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ ഉറപ്പില്ല ഞങ്ങൾ അടുത്ത തവണ ഭരണത്തിലേക്ക് എത്തുമെന്നുള്ളത്. അപ്പോൾ അവർ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം NDA സർക്കാർ തന്നെയാണ് 3ാം തവണ അധികാരത്തിൽ വരുന്നത്. ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും 3ാം വട്ടവും പ്രധാനമന്ത്രി എന്നുള്ളതിൽ ഇപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഉൾപ്പെടെ ആർക്കും ഒരു സംശയമില്ല. പിന്നെ ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ തീരുമാനമുണ്ട്, 400 കൂടുതൽ സീറ്റുകൾ നേടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പിന്നെ ജനങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർക്ക് എന്താണ് അവരുടെ, അതായത് ഒരു ഭരണകൂടത്തിന് കീഴിൽ അവർക്ക് എന്താണ് ലഭിച്ചത് എന്ന് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് തന്നെയാണ് കഴിഞ്ഞ, നമുക്കറിയാം, ഈ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുന്ന് വന്ന ഒരു 5 സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ തന്നെ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ വടക്കൻ സംസ്ഥാനങ്ങൾ, ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടേഴ്സ് പറയുന്നുണ്ട്, മോദി സർക്കാർ തന്നെയാണ് ഞങ്ങൾക്ക് വീട് തന്നത്, വെള്ളം തന്നത്, ഞങ്ങൾക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം തന്നത്, ഗ്യാസ് കണക്ഷൻ തന്നതെന്ന് അവിടുത്തെ സ്ത്രീകൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ മോദി സർക്കാരിനെ വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗം ഇന്ത്യയിൽ ഒട്ടാകെയുണ്ട്, കേരളത്തിലുമുണ്ട്. ഞാൻ ഒന്നിടപെട്ടോട്ടെ, ഈ പെട്രോളിന്റെ വില കുറയ്ക്കുമെന്നൊക്കെയാണല്ലോ ഇപ്പോൾ പറയുന്നത്. അതിപ്പോൾ ഇത്രയും കഴിഞ്ഞൊരു നാൾ കൊണ്ട് എത്രത്തോളം കുറഞ്ഞു എന്നുള്ളൊരു ചോദ്യം സാധാരണ ജനം ചോദിക്കുന്നുണ്ട്. അല്ല, അതിപ്പോൾ ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് വരുന്നത്, അത് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഞങ്ങൾ മറ്റൊരു രീതിയും പറയുന്നില്ല. ഞങ്ങൾ എപ്പോഴും ഏതൊരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പറയുന്ന വിഷയം വികസനവും ക്ഷേമ പദ്ധതികളും തന്നെയാണ്. അത് തന്നെയാണ് 2014 ശേഷം 2019 അതുപോലെ തന്നെ ഈ 2024 ഞങ്ങൾക്ക് പറയാൻ, അത് എണ്ണി പറയാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ക്ഷേമ പദ്ധതികൾ ഞങ്ങൾ ഓരോ വീടുകളിലും പോകുമ്പോൾ കേന്ദ്ര പദ്ധതി കിട്ടാത്ത ഒരു വീട് പോലും, ആ വീട്ടിലെ ഒരു കുടുംബാംഗം പോലും ഇല്ല എന്നുള്ളത് കേരളത്തിൽ തന്നെ ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ ആത്മവിശ്വാസമുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ശ്രീ പിണറായി വിജയൻ പറഞ്ഞു, മോദി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കേരളത്തിലേക്ക് വന്നു പോയത് കൊണ്ട് ഇവിടെ സീറ്റൊന്നും കിട്ടില്ല, നിങ്ങളുടെ ഈ 10 വർഷത്തെ നിങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചോദിക്കണം. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 282 നിന്ന് 303 ഇനി അത് 370+ പോകുന്നത്. അത് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ ജനവിഭാഗത്തെയും
കൃത്യമായി അവരുടെ കാര്യങ്ങളിൽ അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളും അവർക്ക് എന്താണ് വേണ്ടതെന്നും ചിന്തിച്ചുകൊണ്ട് അത് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ തന്നെയാണ് കേന്ദ്രത്തിലുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നമുക്കറിയാം 30-40 വർഷം മുടങ്ങിക്കിടന്ന ഹൈവേ, അതായത് ദേശീയ പാതകൾ വരെ മോദി സർക്കാർ വന്നതിന് ശേഷമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടുത്തെ സിൽവർ ലൈൻ പദ്ധതി, ഇപ്പോൾ CPM പ്രതിനിധി പറയുന്നത് പോലെ സിൽവർ ലൈൻ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ഇവിടുത്തെ പല, അതായത് നമുക്കറിയാം അത് ആ ഒരു സമയത്തെ അമ്മമാരുടെയും സഹോദരങ്ങളുടെയൊക്കെ കരച്ചിലും ബഹളമൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. കിടപ്പറയിൽ പോലും മഞ്ഞക്കുറ്റി അടിക്കാനുള്ള വ്യഗ്രത കാണിക്കുന്ന ഒരു സർക്കാരിന് കീഴിൽ ഇന്ന് ജനങ്ങൾക്ക് അതിവേഗത്തിൽ പോകാനുള്ള 3 വന്ദേ ഭാരത് ട്രെയിനുകൾ നൽകിയത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. പറഞ്ഞതിൽ 72 മണിക്കൂർ ആയപ്പോൾ തന്നെ ഇവിടെ വന്ദേ ഭാരത് ട്രെയിൻ വന്നു. 3 വന്ദേ ഭാരത് ട്രെയിൻ ഇപ്പോൾ കേരളത്തിൽ പോകുന്നുണ്ട്. അതിവേഗ ട്രെയിനായിട്ട് തന്നെ 110 കിലോമീറ്ററിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നത് കൃത്യമായിട്ടുള്ള വികസനമാണ്. അവിടെ ഒരു രീതിയിലുമുള്ള ഒരു സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടോ അവർക്ക് ഉപദ്രവമാകുന്ന രീതിയിലേക്കൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾ കൃത്യമായി എല്ലാ കാര്യങ്ങളും അത് നടപ്പിലാക്കിയത് ജനങ്ങളുടെ കയ്യിൽ എത്തിയെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരുടെ വീടുകളിലേക്ക് പോകുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ പ്രതിപക്ഷ പാർട്ടികളുടെ, നേരത്തെ ഇപ്പോൾ CPM പ്രതിനിധി ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ വ്യക്തമാണ്. കാരണം ഇവർ ഈ പറയുന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അതിൻ്റെ ശക്തി എന്താണെന്ന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയത്ത് ഇവിടുത്തെ CPM പ്രതിനിധി പറഞ്ഞപ്പോൾ തന്നെ വിശ്വാസമാണ്. കാരണം പരസ്പരം അടിച്ചുകൊണ്ട്, കാരണം പരസ്പരം ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന അതിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പാർട്ടി പോലും ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവർക്ക് എത്രത്തോളം സീറ്റ് ലഭിക്കുമെന്നുള്ള ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. രാഹുൽ ഗാന്ധി പോലും സ്വന്തം പാർട്ടി, അതായത് അവരുടെ മുന്നണി ഡൽഹിയിൽ ഇപ്പോൾ കേജ്രിവാളിനെതിരെ ആരാണ് ആദ്യം പരാതി കൊടുത്തത്? കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണ്. അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള അഴിമതിക്കെതിരെയും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പരാതിയുമായി വന്നത്. എന്നിട്ട് അദ്ദേഹത്തെ ED അറസ്റ്റ് ചെയ്തപ്പോൾ നേരെ മറിച്ചിട്ട് ഇപ്പോൾ പറയുന്നത് ED എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നു. അതേ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇവിടെ എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം ED പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താൽ അപ്പോൾ കോൺഗ്രസ് തന്നെയായിരിക്കും പ്രതിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത് തന്നെയാണ്. ED കൃത്യമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് NDA എന്ന് പറയുന്ന മുന്നണി ഞങ്ങൾ ശക്തമാണ്. പക്ഷേ പ്രതിപക്ഷമായി നിൽക്കുന്ന ഇന്ത്യ മുന്നണി എത്രത്തോളം ശക്തമാണെന്ന് ഈ ചർച്ചയിൽ തന്നെ ഇവിടുത്തെ കോൺഗ്രസിന്റെയും CPM പ്രതിനിധി പറയുന്നുണ്ട്. ഞാൻ തിരിച്ചത് ശ്രീ RV രാജേഷ്, ഇവിടെ ഇപ്പോൾ NDA പറഞ്ഞാലും LDF പറയുന്നത് വികസനത്തെ ഊന്നിയുള്ള കാര്യങ്ങളാണ്, അതിന് ജനം വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്താണ് ഈ പറഞ്ഞ 2 പേർക്കുള്ള മറുപടി? അല്ല, ഇവിടെ വികസനം ആരുടെ വികസനമാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ രാജ്യത്ത് വികസനമുണ്ടായത് അതിസമ്പന്നരുടെ സ്വത്തിലുള്ള വികസനമാണ്. അതിസമ്പന്നരുടെ ക്ഷേമം മാത്രമാണ് ഈ ഗവൺമെൻറ് ലക്ഷ്യം. ഈ UP അധികാരത്തിൽ വന്ന കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ്റെ 72,000 കോടി രൂപ കർഷകൻ്റെ കാർഷിക കടങ്ങൾ എഴുത്തള്ളി. ഈ മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഏത് കർഷകൻ്റെ ഏത് കടമാണ് എഴുത്തള്ളിയിട്ടുള്ളത്? ഏത് കർഷകൻ എന്ത് ക്ഷേമ പ്രവർത്തനമാണ് ഈ ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്? ഇവിടെ അതിസമ്പന്നരുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കോർപ്പറേറ്റുകളുടെ 1,50,000 കോടി രൂപ എഴുതിത്തള്ളിയ ഗവൺമെൻറ് കർഷകന് നേരെ വെടിയുണ്ട വായിക്കുകയാണ്. അവൻ MSP കൊടുക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. മിനിമം സപ്പോർട്ട് പ്രൈസ് പോലും കൊടുക്കാതെ കർഷക സമരത്തിലേക്ക് അവൻ്റെ കൃഷിഭൂമികൾ മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കാൻ, കോർപ്പറേറ്റുകളെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തും. അപ്പോൾ രാജ്യവിരുദ്ധമായ നിയമനിർമ്മാണങ്ങൾ നടത്തുകയും രാജ്യത്തെ പാവപ്പെട്ടവനെ അവൻ്റെ ജീവിത നിലവാരം താഴേക്ക് അടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ് രാജ്യം ഭരിക്കുകയാണ്. പിന്നെ BJP നേതാക്കൾ ഇങ്ങനെ ആവർത്തിച്ച് പറയും ഇന്ത്യ മുന്നണിയല്ല, ഇന്ത്യ മുന്നണിയാണ്. നിങ്ങൾക്ക് ഇന്ത്യ എന്ന് പറയാൻ പോലും അറപ്പും വെറുപ്പുമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരം, ആ വികാരത്തെ പോലും അടിച്ച് താഴ്ത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പേരുകൾ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പോൾ നാളെ ഓരോ സ്ഥലത്തിൻ്റെ പേരുകൾ മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനം. ഇപ്പം വയനാടിൻ്റെ പേര് മാറ്റണം, അതല്ലെങ്കിൽ ബത്തേരിയുടെ പേര് മാറ്റണം. ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിലെ ചർച്ച. എന്താണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഈ രാജ്യത്തെ കർഷകന് വേണ്ടി എന്ത് ചെയ്തു? ഈ രാജ്യത്തെ പാവപ്പെട്ടവന് വേണ്ടി എന്ത് ചെയ്തു? ഗ്യാസ് സിലിണ്ടറിന് 412 രൂപ വിലയുണ്ടായിരുന്നു കോൺഗ്രസ് ഭരിക്കുമ്പോൾ. അന്ന് സമരം ചെയ്ത ആളുകളാണ്. ഇന്ന് കേന്ദ്രമന്ത്രിയായിരിക്കും സ്മൃതി ഇറാനി ഗ്യാസ് കുറ്റി തലയിലേന്തി സമരം നടത്തി. ഇന്ന് സ്മൃതി ഇറാനിയുടെ വീട്ടിൽ ഗ്യാസ് കിട്ടുന്നുണ്ടോ? ഇന്ന് 412 രൂപയ്ക്ക് ഗ്യാസ് കിട്ടുന്നുണ്ടോ? ഇന്ന് സാധാരണക്കാരന് 400 രൂപയ്ക്ക് ഗ്യാസ് കിട്ടുന്നുണ്ടോ? ആ ഗ്യാസിൻ്റെ വില പകുതിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഗ്യാസ് കുറ്റിയുടെ വില, ഗ്യാസിൻ്റെ വില 1000 കടന്ന് 1100 രൂപയിൽ എത്തി നിൽക്കുന്നു. എന്താണ് നിങ്ങൾക്ക് ജനങ്ങളുള്ള പ്രതിബദ്ധത? നിങ്ങൾ ഡീസലിൻ്റെ പെട്രോളിൻ്റെയും വില കുറയ്ക്കുന്നു. ഞങ്ങൾ ഭരിച്ചിരുന്നപ്പോൾ പെട്രോളിനും ഡീസലിനും ക്രൂഡ് ഓയിൽ അന്താരാഷ്ട്ര വിപണിയിൽ 118 രൂപ $120 വരെ എത്തി നിന്ന സാഹചര്യത്തിലാണ്. എന്നിട്ടും പെട്രോളിന് 62 രൂപയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു, ഡീസൽ 56 രൂപയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതല്ലേ
അപ്പോൾ അന്ന് സബ്സിഡി കൊടുത്തുകൊണ്ട് സാധാരണക്കാരൻ്റെ വില നിലവാരം പിടിച്ചു നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ പെട്രോളും ഡീസലും വില വർദ്ധിക്കുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഓയിൽ ബോണ്ടുകൾ ഇറക്കി അങ്ങനെ സാധാരണക്കാരന് ഇന്ത്യയിൽ വില നിലവാരം പിടിച്ചു നിർത്താൻ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെ വില പിടിച്ചു നിർത്താൻ ശ്രമിച്ച ഗവൺമെൻറ്റാണ് അന്ന് രാജ്യം ഭരിച്ചത്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ നിയമനിർമ്മാണങ്ങൾ സാധാരണക്കാരന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളാണ്. ഇന്ന് എന്തിനു വേണ്ടിയാണ് നിയമം? ഇപ്പം വിവരാവകാശ നിയമം, സേവനാവകാശ നിയമം, ഇന്നിപ്പം ദേശീയപാതകളുടെ കാര്യം പറഞ്ഞു. ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ മുമ്പ് ആളുകൾ സ്ഥലം കൊടുക്കാറില്ല, കാരണം അവർക്ക് ന്യായമായ വില കിട്ടാറില്ല. അതൊരു നിയമനിർമ്മാണം കൊണ്ടുവന്നുകൊണ്ട് ഒരു സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അവർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് അവർക്ക് ന്യായവില കിട്ടുന്ന രീതിയിലേക്ക് ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കി. ഇന്നിപ്പോൾ ഭക്ഷ്യസുരക്ഷ ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നതാരാ? ഭക്ഷ്യസുരക്ഷാ നിയമം കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. അന്ന് ശ്രീ കെ വി തോമസ് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന അദ്ദേഹമാണ് ഈ നിയമം സോണിയാഗാന്ധിയുടെ നിർദ്ദേശാനുസരണം ഭക്ഷ്യസുരക്ഷാ നിയമം അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് സാധാരണക്കാരന് കുറഞ്ഞ ചിലവിൽ ഭക്ഷ്യധാന്യം കിട്ടുന്നത്. ഭക്ഷണം അവകാശമാക്കിക്കൊണ്ട്, തൊഴിൽ അവകാശമായിക്കൊണ്ട് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, അതിലപ്പുറമായി എന്ത് പദ്ധതിയാണ് ഈ രാജ്യത്തിന് വേണ്ടി മോഡി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്? ഇവിടെ ഒരു പ്രധാനമന്ത്രിയുടെ യോഗ്യത പോലും, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയൊന്നും വേണ്ട, പക്ഷേ അതുപോലും മറച്ചു വയ്ക്കുന്നു. അല്ലെങ്കിൽ അത് വിവരാവശ്യം ചോദിച്ചാൽ അത് വലിയ അപരാധമാകുന്നു. അതാണല്ലേ സ്ഥിതി. അപ്പോൾ എല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ഭരണം നടത്തുകയാണ്. ചില ആളുകൾക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുകയാണ്. ഈ രാജ്യത്തെ സ്ത്രീകൾ മോഡി ഗവൺമെൻറ് ഒരിക്കൽ കൂടി കൊണ്ടുവരാൻ വേണ്ടി വ്യഗ്രത കൊണ്ട് നിൽക്കുന്നുവെന്നാണ് BJPയുടെ പ്രതിനിധി പറയുന്നത്. എവിടെയാണ്? ഗുജറാത്തിലെ സ്ത്രീകളോട് ചോദിക്കുക, നിങ്ങൾ മണിപ്പൂരിലെ സ്ത്രീകളോട് ചോദിക്കുക, സ്ത്രീകളെ നഗ്നരാക്കി നടത്തുന്ന, കുട്ടികളെ കൊല്ലുന്ന, സ്ത്രീകളെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന, ബലാത്സംഗം ചെയ്യുന്ന ഒരു ഭരണകൂടം രാജ്യത്ത് അധികാരത്തിരിക്കുമ്പോൾ ആ ഭരണകൂടം വീണ്ടും മരണമെന്ന് ഈ രാജ്യത്തെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ ഇന്ത്യയിൽ ഉണ്ടാകില്ല. അവരുടെ മക്കൾ കൊല ചെയ്യപ്പെടുമ്പോൾ, അവരുടെ കുട്ടികൾ കൊല ചെയ്യപ്പെടുമ്പോൾ, സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഉന്നാവെ കണ്ടതല്ലേ? ഈ രാജ്യത്ത് ഓരോ ഭാഗങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ചെയ്യുന്ന എന്ത് ക്രൂരതയാണ്! ഇപ്പോൾ സർക്കാരിൻ്റെ ആയുധപ്രയോഗമുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഒരു കൂട്ടം മനുഷ്യരെ വേട്ടയാടുകയാണ്. ആ ആയുധം തിരിച്ചു പിടിക്കാൻ പോലും വീരാൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോട് ഒരു ഭരണകൂട ഭീകരത ഈ രാജ്യത്ത് അരങ്ങ് തീർക്കുകയാണ്. അപ്പോൾ അതേ ഭീകരത ഇപ്പം രാജ്യത്ത് വിവരാവകാശ പ്രവർത്തകരെ, അതല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളെ, അവരെയൊക്കെ രാജ്യദ്രോഹികളാക്കി മുദ്ര കുത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്ന ഒരു സാഹചര്യം നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ നയം കേരളത്തിൽ പിന്തുടരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. അതേ നയം തന്നെയാണ് ഇവിടെ അലനും താഹയും അടക്കമുള്ള ആളുകളെ ഭീകര വിരുദ്ധ നിയമം അനുസരിച്ച് പുസ്തകം വായിച്ചതിന് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, മോഡി ഗവൺമെൻറ്റിൻ്റെ അതേ തനിപ്പകർപ്പാണ്, അതേ പാതയാണ് പിന്തുടരുന്നത്. അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഇതൊരു ക്രോണി ക്യാപിറ്റലിസ്റ്റ് ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് അല്ല കേരളത്തിൽ ഭരണം നടത്തുന്നതെന്ന് ഞങ്ങൾ പറയുന്നത്. ഇത് മോഡി ഗവൺമെൻറ് മറ്റൊരു പകർപ്പായി എന്നുകൊണ്ട് അതേ വലതുപക്ഷ നയങ്ങൾ പിന്തുടരുന്ന ഒരു പിണറായി ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഗവൺമെൻറ് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർ അടക്കമുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ അതിനിശ്ചിതമായി വിമർശിക്കുകയും ഈ ഗവൺമെൻറ് എതിരായ ഒരു വിധിയെഴുത്തുണ്ടാകുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരി, ശ്രീ സുരേഷ് കുമാർ, ഇവിടെ ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് BJP വക്താവിൻ്റെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടായി. അത് എന്താണെന്ന് താങ്കൾക്ക് പറയാം. ഉണ്ടായിട്ടില്ല. ഓക്കെ, അത് വ്യക്തത വരുത്തുമായിരിക്കാം. ഞാൻ മറ്റൊരു കാര്യം, ഞാൻ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകും. കാരണം ദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചർച്ചയുടെ ഒരു പ്രധാന ഭാഗമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ കേരളത്തിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കള്ളവോട്ട് പോലും പ്രധാന പ്രശ്നമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. പാനൂർ പോയിട്ടില്ല. ഈ മറ്റ് പല പ്രധാനപ്പെട്ട വിഷയങ്ങളും ഈ സർക്കാരിനെതിരായും LDFനെതിരായും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇതിനെയൊക്കെ എങ്ങനെയായിരിക്കും വരുന്ന ദിവസങ്ങളിൽ മറികടക്കാൻ കഴിയുക? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോധപൂർവമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഞാൻ മറുപടി പറയാം. ഇവിടെ വന്ന 1-2 കാര്യങ്ങൾക്ക് പറഞ്ഞോട്ടെ. ഇതിനകത്ത് ഞാൻ ചോദിച്ച ഇന്ത്യയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു പ്രസക്തമായ ചോദ്യം ഞാൻ BJP പ്രതിനിധിയോട് ചോദിച്ചു. വളരെ ഒരു മറുപടിയും അതിനകത്ത് പറയാതെ മറ്റെന്തൊക്കെയോ ഒരു പുകമറ സൃഷ്ടിക്കുന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഇവിടെ നടത്തിയിട്ടുള്ളത്. അതുപോട്ടെ, ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ പ്രസക്തമായി തിരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ടുന്നൊരു കാര്യം, പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. നടന്നിട്ടില്ല. അതുപോലെ തന്നെ കർഷകരുടെ ആദായം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. വിലക്കയറ്റം തടയും, കള്ളപ്പണം തിരികെ കൊണ്ടുവരും, എല്ലാവരുടെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ കൊടുക്കും. ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞതിന് ശേഷം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഈ പ്രകടന പത്രികയിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുറയ്ക്കുമെന്ന്. ബഹുമാനപ്പെട്ട BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാറ്, അദ്ദേഹം ഒരിക്കൽ അഭിപ്രായപ്പെട്ടു, ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തമാശയാണ്. അതുതന്നെയാണ് BJPയുടെ നേതാക്കന്മാർ ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.
തീർച്ചയായും ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പ് അത് നടപ്പിലാക്കാനുള്ളതാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായൊരു പ്രോഗ്രസ് കാർഡ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നടത്തിയിട്ടുള്ള ഈ പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. 600 ഈ സർക്കാർ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 600 രൂപ പെൻഷനായിരുന്നു. ആ പെൻഷൻ 18 മാസം കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക പൂർണ്ണമായും തീർത്തു കൊടുത്തു എന്ന് മാത്രമല്ല, ഇപ്പോൾ പെൻഷൻ 1600 രൂപയായി നമ്മുടെ പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള അമ്മമാരുടെ കയ്യിൽ, സഹോദരിമാരുടെ കയ്യിൽ, വന്ധ്യവയോധികരായ പിതാക്കന്മാരുടെ കയ്യിൽ എത്തുകയാണ്. 3 മാസത്തെ പെൻഷൻ ഇപ്പോൾ കുടിശ്ശിക തീർത്തു കൊടുത്തു. ഇതെപ്പോഴാണ് ഈ സാഹചര്യം എന്ന് കൂടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന GST വിഹിതം കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ് നൽകുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട കേരളത്തോട് കമ്മിറ്റ്മെൻറ്റോട് കൂടി നിൽക്കേണ്ടുന്ന പ്രതിപക്ഷം അക്കാര്യത്തിൽ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. അവിടെ ഡൽഹിയിൽ പോയി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും സമരം ചെയ്യുന്നു. മറുവശത്തുകൂടെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് കേന്ദ്ര സർക്കാരിനെതിരെ നിയമപോരാട്ടം നടത്തുന്നു. ആ നിയമപോരാട്ടത്തിൻ്റെ പരിസമാപ്തി എന്നുള്ള നിലയിൽ സർക്കാർ തന്നെ, കോടതി തന്നെ ഉത്തരവിടുകയാണ് അവർക്ക് അർഹതപ്പെട്ടത് നൽകണം എന്ന ഉത്തരവിടേണ്ടതായി വരുന്നു. ഈ രൂപത്തിൽ ബഹുമുഖ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോവുകയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയാണ് മോശക്കാരാണെന്ന് നിരന്തരമായി വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നടത്തുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദേശീയപാതാ വികസനത്തിന് വേണ്ടി, സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുൻകൈയെടുക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാക്കുകയാണ്. അവിടെ കൈകോർക്കുന്നത് കെ സുധാകരൻ, KPCCയുടെ പ്രസിഡന്റ്, വി മുരളീധരൻ, BJPയുടെ ദേശീയ നേതാവ്. വയൽക്കിളികൾ നടത്തിയ സമരത്തിൽ ഒരുപോലെ കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതാക്കന്മാർ ചെന്ന് നിന്ന് കൈകോർത്ത് നിന്ന് പ്രഖ്യാപിക്കുകയാണ്, ഇവിടെ ഞങ്ങളുടെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഈ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ല. പക്ഷേ അത് ഹൈവേ ആയി മാറി. അതാണ് പിണറായിയുടെ ഇച്ഛാശക്തി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കും. ഞാൻ ചോദിച്ച മറ്റ് 2 കാര്യങ്ങൾ ഇവിടെ കള്ളവോട്ടിനെ സംബന്ധിച്ച് പറഞ്ഞു. കള്ളവോട്ടിനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി വന്നിട്ടുണ്ട്. ആ പരാതിയെ സംബന്ധിച്ച് കൃത്യമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കും. അതിനകത്ത് എനിക്ക് തോന്നുന്നു കൃത്യമായി അകത്ത് കുറ്റക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കും. അല്ലാതെ ഇരട്ട വോട്ടാണ്, കള്ളവോട്ട് വ്യാപകമായി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെയുള്ള ഈ പറച്ചിലുകൾ അത് വരാൻ പോകുന്ന പരാജയത്തിൽ, അതിൽ ഭീതിയിൽ നിന്നുള്ള ജൽപ്പനങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബോംബ് സ്ഫോടനത്തെക്കുറിച്ചും ആ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴും കൃത്യമായ ഒരു മറുപടി പറയാനോ, ഒപ്പം തന്നെ ഈ ബോംബ് സ്ഫോടനത്തെ സംബന്ധിച്ചൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഇത്തരം പരിപാടികൾക്കൊന്നും പോയിട്ടില്ല. അതിനേക്കാൾ എത്രയോ നീറുന്ന പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നു. മുസാഫർ നഗറിൽ, ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കളി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ 100 കണക്കിന് ആളുകളാണ് അരുങ്കൊല ചെയ്യപ്പെട്ടത്. ക്രൂരമായ വർഗീയതകളാണ്. അത് കേരളത്തിലെ മാധ്യമങ്ങൾ മറച്ചു പിടിക്കുകയും പാനൂരിൽ ഏതെങ്കിലും ചെറുപ്പക്കാർ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ബോംബ് നിർമ്മിച്ച് പൊട്ടി ഒരാൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് പർവ്വതീകരിച്ച വാർത്തയായി കേരളത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നത് വാർത്തകളോടുള്ള കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് നയമാണ്. ഞാൻ ഇവിടെ ഒരു മാധ്യമത്തിൻ്റെ ഫ്ലോറിൽ വന്നു നിന്ന് അന്ധമായി മാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കുന്നൊരു ശൈലി എനിക്കില്ല. ഞാനത് തുടരാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഉത്തർപ്രദേശിലെ മുസാഫറിൽ നടക്കുന്നത്, മണിപ്പൂരിൽ നമ്മുടെ കൺമുന്നിലൂടെയാണ് എൻ്റെ പ്രിയപ്പെട്ട 2 സഹോദരിമാരെ വിവസ്ത്രരാക്കി വലിച്ചഴച്ച് കൊണ്ടുപോയി ജയ് ശ്രീറാം വിളിയുടെ അകമ്പടിയോടുകൂടി അവരെ ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കി. ഒരു കൂടം പറയട്ടെ, കഴിഞ്ഞ ദിവസം ഇവിടെ തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വന്നിരുന്നു. അദ്ദേഹവും മുഖ്യമന്ത്രിക്കെതിരെ പറയേണ്ട കാര്യങ്ങൾ കുറേ കുതന്ത്രങ്ങൾ പറഞ്ഞിട്ട് പോയി. ഞാൻ ചോദിക്കട്ടെ, തൊട്ടടുത്ത ദിവസം എന്താ സംഭവിച്ചത്? മദർ തെരേസയുടെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിനകത്ത് കയറി അക്രമം നടത്തി. അതുമാത്രവുമല്ല, അവിടുത്തെ മലയാളിയായിട്ടുള്ള ഒരു അധ്യാപകനാണ്, ജയ്മോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹത്തെ കൊണ്ട് തീവ്ര ഹിന്ദുത്വ മുദ്രാവാക്യം വിളിപ്പിച്ച് അവിടെ ആ പള്ളിയും അടിച്ച് തകർത്തിട്ടാണ് പോയത്. എന്തേ മാധ്യമങ്ങൾക്ക് ഇത് വാർത്തയാകുന്നില്ല? ഇത്തരം ദേശീയ പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ലേ മുഖ്യധാരാ മാധ്യമങ്ങൾ. ശരി, ഓക്കെ. രാജേന്ദ്ര ഇവിടെ ഭരണഘടനയുടെ കാര്യം പറഞ്ഞു. ഒപ്പം തന്നെ ഇതെല്ലാം ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിലും ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 20 മണ്ഡലങ്ങളും വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അല്ല, ഞാൻ ഓരോന്നിനും കൃത്യം ഭരണഘടനയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഓരോ പേരുകളിലും പറഞ്ഞിരിക്കുന്ന MPമാരാകട്ടെ, ഇപ്പോൾ കേന്ദ്രമന്ത്രിയാകട്ടെ, ഒരു പ്രസ്ഥാനം, അതായത് BJPയുടെ സംസ്ഥാന ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്നത് JP നദ്ദയാണ്. ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പാർട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരണം, അല്ലെങ്കിൽ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ്.
ഇവരുടെ രണ്ടുപേരുടെയും സ്റ്റേറ്റ്മെൻറ്റ് ഭരണഘടന ഞങ്ങൾ പൊളിച്ചെഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് മറുപടി പറയാം. ഇത് അത്തരത്തിലല്ലാതെ ഒരു പ്രസംഗത്തിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ സംസാരിക്കുന്നതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. അത്തരത്തിലൊരു ചിന്തയെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ പറയാം. ഭരണഘടന ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു രീതിയിലുമുള്ള മാറ്റം വരുത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞു 15 ലക്ഷം രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് എത്തും എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ ചർച്ചകളിലൊക്കെ അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. കാരണം അത്രയും രൂപ ഒരാളുടെ അക്കൗണ്ടിലേക്ക്, അതായത് ഒരാൾക്ക് അക്കൗണ്ടിലേക്ക് വരാൻ സാധ്യത ഉള്ള പണം ഇവിടെ കള്ളപ്പണമായി മറ്റ് ലോകരാജ്യങ്ങളിലുണ്ട് എന്ന് പറയുമ്പോൾ അത് അക്കൗണ്ടിൽ തരും എന്നല്ല ഒരിക്കലും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായി മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, അല്ല പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞ കാര്യം ഞാൻ പറയാം. ഓരോരുത്തരുടെയും അക്കൗണ്ടുകളിലേക്ക് 15 ലക്ഷം രൂപ വരുന്ന രീതിയിലുള്ള കള്ളപ്പണം മറ്റു രാജ്യങ്ങളിലുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാതെ നാളെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരും എന്ന് പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ നേതാക്കൾ തന്നെ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, എപ്പോഴാണെങ്കിലും നമ്മുടെ കേരളത്തിൽ എപ്പോഴാണെങ്കിലും ഏത് ഒരു പ്രവർത്തനം നടന്നിരുന്നാലും അവരെല്ലാം ഉറ്റുനോക്കുന്നത് വടക്കൻ സംസ്ഥാനങ്ങളിലാണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞു മദർ തെരേസയുടെയും UP-യിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, പള്ളികളുടെ കാര്യം പറയുമ്പോൾ, ഇവിടെ ഈരാറ്റുപേട്ടയിൽ ഒരു പള്ളിയിലച്ഛന് നേരിടേണ്ടി വന്ന കാര്യം മാധ്യമങ്ങളും അറിഞ്ഞിട്ടില്ല, ഇവിടുത്തെ സർക്കാരും അറിഞ്ഞിട്ടില്ല. അതെല്ലാം പുകഴ്ത്തിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഇവർക്കെല്ലാം നമ്മുടെ കേരളത്തിൽ എന്താണെന്ന് ഇപ്പോൾ പാനൂർ ബോംബ് സ്ഫോടനം അവർക്ക് നിസ്സാരമാണ്. പക്ഷേ അവിടെ എന്താണ് നടക്കുന്നത്, CPM-ന്റെ പ്രതിനിധികളാണ് അവിടെ പോയതെന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് അന്നുമുള്ളത് ഇന്നുമുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ KK ശൈലജയ്ക്കെതിരെയുള്ള, അതും കൂടെ ഞാൻ സൂചിപ്പിക്കാം. KK ശൈലജയ്ക്കെതിരെ അധിക്ഷേപം നേരിട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു വനിതയാണ്. ഏതൊരു വനിതയ്ക്കെതിരെയും ഏതൊരു രീതിയിലുള്ള അധിക്ഷേപം ഉണ്ടായാലും അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അത് പറയുന്നത് ആരാണെന്ന് നമ്മൾ നോക്കണം. കാരണം CPM-ന്റെ പ്രതിനിധികൾ ഇതേ രീതിയിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളായിട്ടുള്ള KK രമ ഉൾപ്പെടെയുള്ളവരെ അധിക്ഷേപിക്കുമ്പോൾ അതെല്ലാം ന്യായീകരിച്ചു കൊണ്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതേ മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ ഒരു നേതാവിന് ഇതേ രീതിയിൽ UDF-ന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് CPM-ന് എന്ത് വേണമെങ്കിലും ആർക്കെതിരെയും ചെയ്യാം, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ തിരിച്ചാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ന്യായീകരണങ്ങൾ അതിലുണ്ട് എന്നുള്ളത് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ സൂചിപ്പിക്കാം. ഇനി മറ്റൊരു കാര്യം, ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവ് ഇപ്പോൾ, അതായത് രാഹുൽ ഗാന്ധി ഇപ്പോൾ കഴിഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ ഈ രാജ്യത്തെ ദാരിദ്ര്യം മാറ്റുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ 60 വർഷക്കാലം അവരിവിടെ ഭരിച്ചതാണ്. അപ്പോഴൊന്നും മാറ്റാത്ത ദാരിദ്ര്യം ഇനി ഒരു 5 വർഷം കിട്ടിക്കഴിഞ്ഞാൽ മാറ്റുമെന്ന് പറയുമ്പോൾ അത് ഏത് തലത്തിൽ ജനങ്ങൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലെല്ലാം തന്നെ ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നത്, ഞങ്ങൾ പറയുന്ന കാര്യം നടപ്പിലാക്കി അത് ജനങ്ങളുടെ കയ്യിലെത്തി എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ച് പറയുന്നത്. അതിപ്പോൾ ഗ്യാസ് കണക്ഷൻ്റെ കാര്യമാവട്ടെ, കർഷകരുടെ കാര്യമാവട്ടെ, സ്ത്രീകളുടെ, ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ സർക്കാർ ഇരുന്ന കാലഘട്ടത്തിൽ, UPA സർക്കാർ ഇരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് പല പദ്ധതികളും നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതും അത് നിയമങ്ങളായി കൊണ്ടുവന്നതും. അതിനൊന്നും ഞങ്ങൾ ഒരു രീതിയിലും ഒരിക്കലും ഞങ്ങളാണിതെല്ലാം ചെയ്തതെന്ന് പറയുന്നില്ല. പക്ഷേ 2014 ശേഷം തന്നെയാണ് ഈ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിയത് എന്ന് ഞാൻ ഒരേ ഒരു ഉദാഹരണത്തിൽ പറയാം. കാരണം ഇന്ദിരാഗാന്ധി ആവാസ് യോജന, അതായത് ഇന്നത്തെ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി, ഇന്ദിരാഗാന്ധി ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതിയായിരുന്നു. അത് UPA സർക്കാർ തന്നെയാണ് കൊണ്ടുവന്നത്. പക്ഷേ 2014 മുന്നേ വെറും 24 ലക്ഷം വീടുകൾ മാത്രം നൽകിയിരുന്ന ആ ഒരു പദ്ധതി 2014 ശേഷം ഇപ്പോൾ 10 വർഷം കടക്കുമ്പോൾ 4 കോടി ജനങ്ങളിലേക്ക് അത് എത്തിക്കഴിഞ്ഞു. അതാണ് ഞങ്ങൾ പറയുന്ന വികസനവും ഞങ്ങൾ പറയുന്ന ക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം 2014 മുന്നേ അക്കൗണ്ടുകളില്ലാത്ത, ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് അമ്മമാർക്കും സഹോദരിമാർക്കും കേരളത്തിൽ ഉൾപ്പെടെ, നമ്മുടെ 100% സാക്ഷരതയുള്ള കേരളത്തിൽ ഉൾപ്പെടെ പലവർക്കും ബാങ്ക് അക്കൗണ്ടുകളില്ലായിരുന്നു. പക്ഷേ ഇന്ന് 50 കോടി ജനങ്ങൾ വരെ പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തുകൊണ്ട് ബാങ്കിങ് സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ അത്തരത്തിലൊരു വലിയൊരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് വഴിയോര കച്ചവടക്കാർ, അതായത് സാക്ഷരത ഇല്ലാത്ത അമ്മമാർ വരെ, പ്രായമായവർ വരെ ഇന്ന് QR കോഡ് വെച്ചിട്ടാണ് ഇന്ന് ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നത്, അവരെ കച്ചവടം നടത്തുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം ഏത് രീതിയിലേക്ക് പുരോഗതിയിൽ കൈവരിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്.
പ്രതിപക്ഷ പാർട്ടികൾക്ക് പക്ഷെ അതൊന്നും കാണാൻ സാധിക്കില്ല. കാരണം അവർക്ക് ഇന്ന് നിലനിൽപ്പാണ്. ഇപ്പോൾ CPM-ന്റെ ഇവിടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഞാൻ 40 സീറ്റ് കോൺഗ്രസിന് പറയും പോലെ 4 സീറ്റ്, കാരണം അവരുടെ നേതാവായിട്ടുള്ള AK ബാലൻ പറഞ്ഞു, കാരണം അടുത്ത ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ചിഹ്നം ചിലപ്പോൾ വല്ല മരപ്പട്ടിയോ ആകുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിനെ കൃത്യമായി അവർക്ക് ബോധ്യമുണ്ട്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് അവർക്ക് തന്നെ ബോധ്യമില്ല. അപ്പോൾ ഈ രീതിയിൽ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് NDA സർക്കാരിന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വരും, 400 സീറ്റുകൾ ഞങ്ങൾ നേടും. ശ്രീ ആർ വിരാജ്, ഇവിടെ ഇപ്പോൾ ഇടത് പ്രതിനിധി വക്താവ് ശ്രീ സുരേഷ് വ്യക്തമാക്കിയത് ഈ പിന്നെ ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ മുടങ്ങിയെങ്കിലും അതെല്ലാം കൊടുക്കുന്നു എന്നുള്ള തരത്തിൽ പറഞ്ഞു. പിന്നെ ചില വിവാദ വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നെങ്കിലും അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് അതിനൊക്കെയുള്ള UDF-ന്റെ പ്രതികരണം? അല്ല, കേരളത്തിലെ ഒരു ഗവൺമെൻറ് പിന്തുണയോടെ നടക്കുന്ന ഒരു ഫാസിസം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ക്യാമ്പസുകൾക്കാണ് കാണുന്നത്. നമ്മുടെ ഈ തൊട്ടടുത്ത് നെടുമങ്ങാട് നിന്നാണ് ഒരു ചെറുപ്പക്കാരൻ പൂക്കോടേക്ക് വെറ്റിനറി കോളേജിൽ പഠിക്കാൻ പോയത്. ആ കുട്ടി അവസാനം വീട്ടിലേക്ക് വന്നത് ക്രൂരമായി SFI-ക്കാർ തല്ലിച്ചതച്ച് കെട്ടിത്തൂക്കി കൊന്നത് നമ്മൾ കാണുകയാണ്. വീട്ടിലേക്ക് മൃതദേഹമായി പഠിക്കാൻ പോകുന്ന കുട്ടികൾ വരുന്ന അവസ്ഥ കേരളത്തിൽ കാണുകയാണ്. മുഖ്യമന്ത്രി ഒരു യാത്ര നടത്തി. ആ യാത്രയിടയ്ക്ക് എത്ര ആളുകളെയാണ് തല്ലിച്ചതച്ചത്, അവർ കൈകാലുകൾ അടിച്ചൊടിച്ചത്, അവരുടെ തലയടിച്ചു പൊടിച്ചത്, എത്ര ആളുകൾ ഇന്നും ആശുപത്രിയിലും വീട്ടിലുമായി കിടക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ അല്ല അന്നുണ്ടായിരുന്ന സുരക്ഷ ഇപ്പം തെരഞ്ഞെടുപ്പ് വേളയിൽ കാണുന്നില്ല എന്നും ചില വാർത്തകൾ വരുന്നു. അതെ, അത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രമാണ്. ഇപ്പം ആ ബസ് മറ്റേ മ്യൂസിയത്തിൽ വെക്കേണ്ട പീസാണെന്ന് പറഞ്ഞ ഒക്കെ ആണല്ലോ പറഞ്ഞത്. അതിപ്പോൾ നമ്മൾ കാണുകയാണ്. 1,15,00,000 രൂപയുടെ ബസ്, 50 ലക്ഷം രൂപയുടെ സീറ്റ്, ഇതൊക്കെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 80 ലക്ഷം രൂപ മാസം ഹെലികോപ്റ്ററിൽ യാത്ര. അപ്പൊ ഈ ധൂർത്തും കാരണം അതിന്ന് മ്യൂസിയത്തിൽ തന്നെയാണ് പൊടി പിടിച്ച് കിടപ്പുണ്ട്. അല്ലല്ല, ഇന്നിപ്പോ 1.5 ലക്ഷം കൂടെ ചെലവാക്കി അത് അത് കഴിഞ്ഞിട്ട് അത് മ്യൂസിയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുകയാണ്. പിന്നെ പ്രധാനമായി ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രം ചർച്ച ചെയ്യാനുള്ളതാണോ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്? ഇപ്പം നമ്മുടെ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ്, ഈ ക്ഷേമനിധി ബോർഡിൽ പണമടച്ച ആളുകൾ ഒരു വർഷമായി ഒരു പെൻഷൻ പോലും കിട്ടാതെ കാത്തിരിക്കുകയാണ്. എത്ര കോടി രൂപ 1000 കോടി രൂപ ഉണ്ടായിരുന്നാണ് സർക്കാർ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത്. ഇപ്പോൾ 10 രൂപ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ ക്ഷേമനിധി ബോർഡിൽ എല്ലാം കൂടെ 43 ലക്ഷം ആളുകളാണ് പെൻഷൻ കിട്ടാതെ നിൽക്കുന്നത്. അവിടെയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് 9 മാസത്തെ കുടിശ്ശികയാക്കിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഖജനാവിൻ്റെ അവസ്ഥ അറിയാം. കേരളത്തിൽ ഇത്രയധികം ധൂർത്തും അഴിമതിയും നടത്തി കേരളത്തിലെ ഖജനാവ് കാലിയായിരിക്കുന്ന അവസ്ഥ, കേരളത്തിൻ്റെ പൊതുകടം വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥ, ഇത് കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത്. പിന്നെ ദേശീയ തലത്തിൽ ഇപ്പോൾ BJP-യുടെ ശ്രീ രാഗേന്ദു സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അത് ഇന്ത്യയുടെ സമീപകാല ചരിത്രം മാത്രമല്ല. ഇപ്പോൾ BJP-ക്കാർ പറയുമ്പോൾ 10 വർഷത്തെ ചരിത്രമാണ് പറയുന്നത്. ഈ രാജ്യത്തിന് അതിന് മുമ്പുള്ളൊരു ചരിത്രമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടം മുതൽ ഉള്ള ചരിത്രമുണ്ട്. അന്ന് പട്ടിണി കിടന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ബംഗാൾ ക്ഷാമത്തെക്കുറിച്ച് നിങ്ങൾ ചരിത്രത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാകും. അങ്ങനെ ക്ഷാമം ഉണ്ടായിരുന്ന പട്ടിണി കിടന്ന ഒരു രാജ്യത്തേക്കാണ് അന്ന് ഭക്ഷ്യധാന്യങ്ങളില്ലായിരുന്ന 30 കോടി ജനങ്ങൾക്ക് വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ട്, റഷ്യയുടെ പ്രസിഡന്റിനെ കണ്ട് അവിടെ നിന്ന് ഗോതമ്പും അരിയും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്താണ് BJP അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ ഭക്ഷ്യ സ്വയം പര്യാപ്തയിൽ എത്തി നിൽക്കുന്ന രാജ്യമാക്കി മാറ്റിയെടുത്തത് കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ വിസ്മരിക്കരുത്. ഇന്ന് ഇന്ത്യയുടെ ഗോഡൌണുകളിൽ അടുത്ത 5 വർഷക്കാലത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ ശേഖരം അത് ബാക്കി വെച്ചിട്ടാണ് കോൺഗ്രസ് ഗവൺമെൻറ് അധികാരം വിട്ട് ഒഴിഞ്ഞുപോയത്. പിന്നെ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്ന കാര്യം പറഞ്ഞു. ഈ രാജ്യത്ത് പാവപ്പെട്ടവൻ അന്യമായിരുന്ന ബാങ്കുകൾ, ആ ബാങ്കുകൾ ദേശസാൽക്കരിച്ചുകൊണ്ട് പാവപ്പെട്ടവന് വേണ്ടി ഇന്ത്യയുടെ ബാങ്കുകൾ തുറന്നു കൊടുത്തത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. അങ്ങനെയാണ് ബാങ്ക് ദേശസാൽക്കരണം നടന്ന് പാവപ്പെട്ടവൻ ലോൺ കൊടുക്കാൻ, അവന് ബാങ്കുകളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടാൻ ഒക്കെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇപ്പം ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ തുടങ്ങിയത് ഈ മോഡി പറഞ്ഞ വാക്ക് വിശ്വസിച്ചാണ്. വിദേശത്തെ കള്ളപ്പണം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. എവിടെ കൊണ്ടുവന്നോ? ഇപ്പോൾ ഇവിടെ ഉള്ള പണം അടിച്ചുകൊണ്ട് പോയ വിജയ് മല്യ എവിടെ, നീരവ് മോഡി എവിടെ, ഇവരൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? അവരെ കൊണ്ടുവന്നു ഈ രാജ്യത്തേക്ക്. അവർ ഈ രാജ്യത്തെ പൊതുസമ്പത്ത്, ഈ രാജ്യത്തെ ബാങ്കുകളുടെ പണം കൊള്ളയടിച്ചുകൊണ്ട് പോയവരാണ്. അവരൊക്കെ ഈ ഭരണക്കാരുടെ ഇഷ്ടക്കാരായി, അവരുടെ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് അവരെ ഈ കട്ടുകൊണ്ടുപോയ പണം തിരിച്ചു കൊണ്ടുവരാൻ പോലും നടപടിയെടുക്കാത്ത ഗവൺമെൻറ് ഈ 10 വർഷക്കാലം അധികാരത്തിരുന്നിട്ട് ഇന്ത്യയിലെ ലോകത്തുള്ള കള്ളപ്പണം, ഇന്ത്യക്കാരുടെ കള്ളപ്പണം കൊണ്ടുവന്ന് സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കും, 15 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ വെറും വാക്ക്, അതാണോ മോഡിയുടെ ഗ്യാരണ്ടി? ഇവിടെ 2 കോടി തൊഴിലവസരം കൊടുക്കുമെന്ന് പറഞ്ഞ ആ വെറും വാക്ക്, അതാണോ മോഡിയുടെ ഗ്യാരണ്ടി? ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാത്തതാണോ മോഡിയുടെ ഗ്യാരണ്ടി? ഈ രാജ്യത്തെ കർഷകന് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചതാണോ മോഡിയുടെ ഗ്യാരണ്ടി? ഇന്ന് വീണ്ടും ഒരു ഉളുപ്പുമില്ലാതെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പറയുകയാണ് ഞങ്ങൾ MSP നടപ്പാക്കും.
വീണ്ടും പറയുകയാണ് ഞങ്ങൾ തൊഴിൽ കൊടുക്കും, വീണ്ടും പറയുകയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിന് ഡീസലിന് വില കുറയ്ക്കും. 10 വർഷക്കാലം കൊണ്ട് ഇതിൻ്റെ വില 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ച ആളുകൾ പറയുന്നു ഇനി ഞങ്ങൾ കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോ സംസ്ഥാനത്തും അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് നടപ്പാക്കിയിട്ടുണ്ട്. അത് തമിഴ്നാട്ടിലാകട്ടെ, അത് ഛത്തീസ്ഗഡിലാകട്ടെ, അത് തെലങ്കാനയിലാകട്ടെ, അത് കർണാടകയിലാകട്ടെ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കൂടി ഈ കാര്യങ്ങൾ നടപ്പാക്കിയാണ്. തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കർണാടകയിൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര സൗജന്യമാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ഒരു വർഷം 1 ലക്ഷം രൂപ കൊടുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നടപ്പിലാക്കും. ഇന്ത്യയുടെ കർഷകന് മിനിമം സപ്പോർട്ട് പ്രൈസ് നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ നടപ്പിലാക്കും. ഈ രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഒഴിവാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ആ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കും. ഞങ്ങൾ നടപ്പിലാക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാനുള്ള നടപടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഈ കേരളത്തിലെ 2 കാര്യങ്ങൾ കൂടെ ഞാൻ തിരിച്ചെത്താം. ചില വിവാദ വിഷയങ്ങൾ കൂടി ചർച്ചയുടെ ഭാഗമായി വന്നിരുന്നു, അതിന് കൂടി മറുപടി. ഇപ്പോൾ ഈ പാനൂർ ബോംബ് സ്ഫോടനം അടക്കമുള്ള കാര്യങ്ങൾ എന്താണ് CPM-ന്റെ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയുന്നതല്ലാതെ ഈ ആളുകൾ പാർട്ടിക്കാരല്ലേ? ഇപ്പം അവിടെ ഈ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചയാൾ DYFIയുടെ ഭാരവാഹിയാണ്. അതിനൊന്നും മറുപടിയില്ല. അപ്പം എന്തിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ബോംബ് ഉണ്ടാക്കുന്നത്? ഇവിടെ ബോംബ് നിർമ്മാണ ഫാക്ടറികൾ മാത്രമാണ് ഈ സംസ്ഥാനത്തുള്ളത്. ഒരു പുതിയ വ്യവസായം വരുന്നില്ല. ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ അതേ ആനുപാതികത്തിൽ കേരളത്തിലും വർദ്ധിച്ചുകൊണ്ട് മുമ്പ് കേരളം അതിനൊരു അപവാദമായിരുന്നു. ഇന്ന് ഈ രംഗത്തൊക്കെ ഇപ്പം ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ചെറുപ്പക്കാർക്ക് പരിശീലനം കൊടുക്കുന്ന അല്ലെങ്കിൽ അക്രമങ്ങൾക്ക് പരിശീലനം കൊടുക്കുന്ന ഗുണ്ടകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയായി കേരളത്തിലെ ഒപ്പം തന്നെ തോൽവി ഭയന്ന് അശ്ലീല വീഡിയോകൾ അടക്കം UDF പുറത്തുവിടുന്നു എന്ന് പറഞ്ഞുള്ള ആക്ഷേപം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിനുള്ള മറുപടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഇത്തരം കടന്നാക്രമണങ്ങൾക്ക് വിധേയായ KK രമ അടക്കം എന്തെല്ലാം അധിക്ഷേപങ്ങളാണ് നിയമസഭയിൽ MM മണി പറഞ്ഞു കണ്ടില്ലേ? എന്തെല്ലാം അധിക്ഷേപങ്ങൾ, ആസ്ഥാന വിധവ എന്നൊക്കെ പറഞ്ഞ് അവരെ അധിക്ഷേപിച്ചതിന് കയ്യും കണക്കുമില്ലാത്ത രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞത് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് മാത്രമാണ്. ഈ സോഷ്യൽ മീഡിയയിലൂടെ അത് BJP ആകട്ടെ CPM ആകട്ടെ ഈ ഹാൻഡിലുകളിലൂടെ ഇത്തരം ആക്രമണങ്ങൾ, സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇത് ഈ സംസ്ഥാനത്ത് സോഷ്യൽ മീഡിയയിൽ കൂടി വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അങ്ങനെ രീതിയിലുള്ള UDF-ൻ്റെയോ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാരോ ആരെങ്കിലും അത്തരത്തിലുള്ള അധിക്ഷേപം ഈ ഇപ്പോഴുള്ള സ്ഥാനാർത്ഥിക്കെതിരായി, വടകരയിലെ സ്ഥാനാർത്ഥിക്കെതിരായി നടത്തിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. പിന്നെ അവർ പരാതി കൊടുത്തിട്ട് ഇത്രയും ദിവസമായെന്ന് ഈ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു. എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? ഈ സംസ്ഥാനത്ത് പോലീസ് സംവിധാനമില്ലേ? പോലീസിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയനല്ലേ? അപ്പോൾ അതൊക്കെ വച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രം ഇത്തരം ആക്ഷേപം പറയുകയും പിന്നെ ഇതിനുള്ള യഥാർത്ഥ കുറ്റവാളികൾക്കെതിരെ നടപടി എടുക്കാതിരിക്കുകയും UDF-ൻ്റെ ഏതെങ്കിലും MLA-മാരടക്കമുള്ളവർ അവർ പരാതി കൊടുത്താൽ പോലും അതിനെതിരെ ഒരു നടപടി എടുക്കുകയും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വ്യക്തമാണ്. ശ്രീ സുരേഷ്, താങ്കൾ ഇടപെട്ടിരുന്നു. അക്കാര്യത്തിലുള്ള മറുപടിയും ഈ പറഞ്ഞ ഇപ്പോൾ 1-2 കാര്യങ്ങൾക്കുള്ള മറുപടിയുണ്ട്. ഒന്ന്, വളരെ ഇത്തരത്തിലൊരു ചർച്ചയിൽ യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഒന്ന്, സിദ്ധാർത്ഥിൻ്റെ മരണം. അത് പൂർണ്ണമായും SFIയുടെ തലയിൽ കെട്ടിവെക്കാനുള്ളൊരു ശ്രമം. ആ കേസിലെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, 1-ാം പ്രതി, ആ പ്രതിയുടെ മാതാപിതാക്കളുടെ രാഷ്ട്രീയ പശ്ചാത്തലം കോൺഗ്രസ്സാണ്. അതുകൊണ്ട് ഇത് ചെയ്തത് കോൺഗ്രസ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവും. അതുപോലെ തന്നെ പാനൂർ ബോംബ് സ്ഫോടനത്തിൽ DYFI ഭാരവാഹി ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് RV ഇങ്ങനെയുള്ള പച്ചക്കള്ളം ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ വന്നെന്ന് പറയുന്നത്? DYFIക്കാർ മുൻപ് ഈ പാർട്ടിയുമായി അവരുടെ മാതാപിതാക്കൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഈ പാർട്ടിയുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്തവരാണ് എന്ന് വളരെ കൃത്യമായി പാർട്ടിയുടെ ലീഡർഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മരണം നമ്മുടെ നാട്ടിൽ നടന്നാൽ അത് ഏത് അത്യാഹിതമായിരുന്നാലും ശരി, പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, ഞാനും RV-യൊക്കെ ആ സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അത് ഏത് മരണം നടന്നാലും ശരി അവിടെ പോകാറുണ്ട്. അതിനെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ കുറ്റപത്രമായി ഇടതുപക്ഷത്തിന് മേൽ ചാർത്തുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മേൽ. ഇവിടെ സൂചിപ്പിച്ചത് ഭരണഘടനാ വിരുദ്ധത, BJP-യുടെ പ്രതിനിധി സൂചിപ്പിച്ചത് ഭരണഘടന സംരക്ഷിക്കുന്ന നിലപാടാണ് BJP സ്വീകരിക്കുന്നതെന്നാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും ഈ രാജ്യത്ത് ഭരണഘടനയെ തകർക്കുന്നതിന് നേതൃത്വം നൽകുന്നത് BJP-യുടെ നേതാക്കന്മാരാണ്, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ്. അവർ പറഞ്ഞിട്ടില്ല, അവർ പറഞ്ഞാൽ മറുപടി പറയാമെന്നാണ് പറഞ്ഞത്. അവരുടെ പിണിയാളുകൾ ഈ നാട്ടിൽ ഉടനീളം പറയുന്നുണ്ട്, അവർ പ്രവർത്തിക്കുന്നുമുണ്ട്. നദ്ദയും നരേന്ദ്രമോദിയും പോലുള്ള നേതാക്കന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണം, ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം. ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം ഇന്ത്യയുടെ പ്രസിഡന്റ് നോക്കുകുത്തിയായിരുന്നു. എന്തുകൊണ്ടാണ് നോക്കുകുത്തിയായത്? ദ്രൗപദി മുർമു ഇന്ത്യയുടെ പ്രഥമ വനിതയല്ലേ? ആ പ്രഥമ വനിത നോക്കുകുത്തിയായി അവരെ ആ സ്ഥലത്തേക്ക് അടുപ്പിച്ചില്ല. കാരണം പറഞ്ഞത് ഒന്നവർ വിധവയാണ്, 2 പട്ടികവർഗത്തിൽ ജനിച്ചുപോയി എന്നുള്ളതാണ്. LK അദ്വാനിക്ക് ഭാരതരത്ന സമ്മാനിക്കുന്ന സന്ദർഭത്തിൽ ഇരിക്കാൻ കസേര കൊടുത്തിട്ടില്ല, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു കാര്യം, CAA
സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഏറ്റവും വിരുദ്ധമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമമാണ്. ആ ഭരണഘടനയ്ക്കകത്ത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ വ്യത്യാസത്തിൽ ഒരാളിൻ്റെയും പൗരത്വം നിശ്ചയിക്കപ്പെടരുത്. അതിന് കൃത്യമായ വിരുദ്ധതയല്ലേ ഈ നിയമത്തിലൂടെ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്? ശരി, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചോദ്യചിഹ്നമായി ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇപ്പോൾ ഇടതുപക്ഷം എന്ത് പ്രതീക്ഷയിലാണ് കേരളത്തിൽ? തീർച്ചയായും ഇടതുപക്ഷത്തിന് വളരെ മിന്നുന്ന ഒരു വിജയം ഈ സംസ്ഥാനത്തുണ്ടാകും. എണ്ണമുണ്ടോ? അല്ല, എണ്ണം ഞാനിപ്പോൾ കൃത്യമായി പറയുന്നില്ല. ഇവിടെ ആർവി പറഞ്ഞ പോലെ 2020 എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അണിനിരത്തിയിരിക്കുന്ന 20 സ്ഥാനാർത്ഥികളും ഇപ്പോൾ നമുക്കറിയാം. നമുക്ക് ബാലികേറ മലയായിരുന്ന പൊന്നാനിയിലടക്കം നമ്മൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ, മലപ്പുറത്തടക്കം നമ്മൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ കൃത്യമായി വിജയിച്ചു വരും എന്ന അസസ്മെന്റ് വ്യക്തമാണ്. രാഗേന്ദു, ഒറ്റവാക്കിൽ ഒരു മിനിറ്റ് മാത്രം. നമുക്ക് കേരളത്തിലെ സാഹചര്യം, മറ്റു വിഷയങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞതിൽ ഒരേ ഒരു മറുപടി. കാരണം ശ്രീമതി ദ്രൗപദി മുർമു എന്ന് പറയുന്ന രാഷ്ട്രപതിയെ, പട്ടിക വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രപതിയെ നിയമിച്ചതും NDA സർക്കാരിൻ്റെ കീഴിൽ തന്നെയാണ്. അതായത് ഞങ്ങൾ BJP എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീകൾക്ക് പരിഗണന കൊടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടെ സ്ഥാനാർത്ഥികളെ നമുക്കറിയാം 33% സംവരണം കൊണ്ടുവന്നതും അത് നിയമമായിട്ടും നടപ്പിലാക്കാൻ സാധിക്കാത്ത കോൺഗ്രസിന്റെയും CPM-ന്റെ പ്രതിനിധിയുണ്ട്. ഞങ്ങൾ 5 സീറ്റുകൾ നൽകിക്കൊണ്ട് അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഞങ്ങൾ ആത്മവിശ്വാസം ഞങ്ങൾക്ക്, കാരണം ഞങ്ങൾ ഈ നിർത്തിയിരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും, അതായത് ഈ 5 വനിതകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാനാർത്ഥികളും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ എല്ലാം വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടും. ഈ പറഞ്ഞ സർവേകൾ ഉൾപ്പെടെയുള്ള 2 സീറ്റല്ല, അതിൽ കൂടുതൽ സീറ്റുകൾ ഞങ്ങൾ നേടും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ആലപ്പുഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അതിന് പറയുന്നു. ശ്രീ ആർ വിരാജ്, ഒറ്റ മിനിറ്റിൽ നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ട്. ഈ 2020 എന്നുള്ള ആശയത്തിലൂന്നി ആ ഒരു മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് പോകുമ്പോൾ ഇനി കേവലം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമുക്ക് അവസാനിപ്പിക്കാം ഈ ചർച്ച. കേരളത്തിലെ ജനത ഈ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരായി പോരാടാൻ കെൽപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കാരണം ഇത്രയധികം ഈ ഗവൺമെൻറ് വേട്ടയാടിയിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ പദയാത്രയായി നടന്നുകൊണ്ട് ഈ ഗവൺമെൻറ് നെറികേടുകൾക്കെതിരെ ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള പോരാട്ടം നടത്തുന്ന നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അനുകൂലമായി, UDF-ന് അനുകൂലമായി കേരളത്തിലെ ജനത ചിന്തിക്കുന്നു. അതനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ കാണുന്നത്. ശരി, നന്ദി ശ്രീ ആർ വി രാജേഷ്. ഒപ്പം തന്നെ ശ്രീ സുരേഷ് കുമാർ, ശ്രീ രാഗേന്ദു. ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും വലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങിയിരുന്നു. ആദ്യ ഘട്ടം പൂർത്തിയായി, 2ാം ഘട്ടത്തിലേക്ക് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കടക്കുന്നു. ചൂടേറിയ വിഷയങ്ങൾ നിരവധിയുണ്ട് ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ. അതെല്ലാം ഈ നിമിഷത്തിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് ജനവിധിയായി അവർ വോട്ടായി രേഖപ്പെടുത്തുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി ഈ വിഷയത്തിൽ പങ്കെടുത്ത 3 പാനലിസ്റ്റിനും. പവർ പോയിന്റ് പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.